ഹായ് ഹലോ. മലയാളിയുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു ദിവസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2024 ജൂലൈ 30 വയനാട്ടിലെ മുണ്ടക്കയം അതുപോലെ തന്നെ ചൂരൽമലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തെക്കുറിച്ചാണ്. ഒരു രാജ്യം കണ്ട, ഒരു സംസ്ഥാനം കണ്ട, ഒരു രാത്രി കൊണ്ട് ഒരു ദേശത്തെ തുടച്ചു മാറ്റപ്പെട്ട ദുരന്തം. ഒരു രാത്രി കൊണ്ട് ഉറ്റവരും ഉടയവരും ഇല്ലാതായ കുറേ പേരുടെ കഥയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദുരന്തബാധിതർക്കായി നമ്മുടെ സംസ്ഥാനം അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പിനെ കുറിച്ചാണ്. യൂട്യൂബിലെ ഒരു ബ്ലോഗർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനായിട്ട് ആദ്യം വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വീടുകളൊക്കെ പണികൾ പൂർത്തിയാകുമെന്ന് അന്നേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മാർച്ച് ആകുമ്പോൾ ഈ 410 വീടിന്റെ പണികളൊന്നും തീരില്ല എന്നുള്ളത് ഏതായാലും ഒരു സന്തോഷ വാർത്തയുണ്ട്. 100-ലേറെ വീടുകൾ, എനിക്കൊന്ന് 150-നോട് അടുത്ത് വീടുകൾ ആദ്യ ഘട്ടത്തിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് നല്ല വേഗത്തിലാണ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏകദേശം 1500-ലധികം തൊഴിലാളികളാണ് ഒരു ദിവസം ഈ ഒരു ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് 1500-ലധികം തൊഴിലാളികളാണ്. അപ്പൊ ഇതൊക്കെയാണ് സുഹൃത്തുക്കൾ. ഇവിടെയാണ് ഫ്രെയിം ഉണ്ടാക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. ഒരാളുകളുടെ സ്റ്റാഫാണ് കേട്ടോ. ഇവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ കമ്പനി എന്ന് പറഞ്ഞാല് നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവർ സ്വന്തം തൊഴിലാളികൾ, അതായത് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ ട്രീറ്റ് ചെയ്യണ പോലെയാണ് ഇവർ ട്രീറ്റ് ചെയ്യൽ കേട്ടോ. അത് ഞാൻ ഹൈവേയുടെ വർക്കിൽ കണ്ടൊരു കാഴ്ചയാണ്. ഹൈവേയുടെ വർക്കിൽ നമ്മൾ ഭായിമാർ പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റുള്ള കമ്പനിയിലൊക്കെ പോകുമ്പോൾ പക്ഷെ ഇവർ ഇതിൽ പോകുമ്പോൾ നമ്മൾ ബോത്ത് അച്ഛ കാന മിൽത്തെ മച്ചി കിത്തിന തോബി തീൻ ബി മിൽത്തെ മുഷ്കിൽ അങ്ങനെ പറയാറുണ്ട്. ഏതായാലും ഭായിമാരൊക്കെ ഹാപ്പിയാണ്. 6 മീറ്റർ വീതിയുള്ള റോഡാണ് വരുന്നത്. ഇവിടെ ഡ്രെയിനേജ് വരുന്നുണ്ട്. ഇത് നമ്മളെ യൂട്ടിലിറ്റി ഇലക്ട്രിസിറ്റി കേബിളും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇതിലൂടെയാണ്. പിന്നെ ഇതാണ് വീടിന്റെ ഗേറ്റ്. ഇതാണ് ഗേറ്റ് വരുന്നത്. വീട് ഞാൻ കാണിച്ചു തരാം. വീടിന്റെ ഗേറ്റ് വരുന്നത് ഇതാണ്. മിറ്റം നോക്കിയാണ് ഏകദേശം അത്യാവശ്യം നല്ല വലുപ്പമുള്ള മിറ്റം തന്നെയാണ്. സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആട്ടോ. അതായത് സെൻട്രലൈസ്ഡ് ആണ്. കക്കൂസ് വേസ്റ്റ് ആയാലും കിച്ചൺ വേസ്റ്റ് ആയാലും ഇതൊക്കെ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ അവിടെ ഒരു സൈഡിൽ ഓരോ സോണിലും വലിയൊരു ടാങ്ക് ഉണ്ടാകും. 1-2 ടാങ്ക് ഉണ്ടാകും. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്, ഡ്രൈനേജ് സിസ്റ്റമാണ് ഈ ഒരു ടൗൺഷിപ്പിൽ കൊടുക്കുന്നത്. നമ്മൾ മുട്ടത്തറയിലും ഇതേപോലെ സെൻട്രലൈസ്ഡ് വേസ്റ്റ് സിസ്റ്റം ആയിരുന്നു കൊടുത്തിരുന്നത്. ഇതാണ് വീടിന്റെ ഒരു ഇത് കേട്ടോ. വീടിന്റെ ചുറ്റും കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പ്ലംബിംഗ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്ലംബിങ്ങിന്റെ പൈപ്പ് ഏതാ വെച്ചാൽ സുപ്രീമിന്റെ പൈപ്പാണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞ ഫിനിഷിംഗ് വർക്ക് അവസാന ഘട്ടത്തിലാണ്. കുറച്ച് അതിൻ്റെ കുളത്തും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ബാക്കിലും സ്പേസ് നോക്കിയാണ്. ബാക്കിലെ സ്പേസ് ഇതാട്ടോ. ഇതാണ് ബാക്കിലെ സ്പേസ്. ഞാനൊരു മൂലക്ക് നിന്ന് കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ ബാക്കിലുള്ള സ്പേസ്. ഇത്ര സ്ഥലം, അതായത് നല്ല സൗകര്യം ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. മുന്നിലായാലും ബാക്കിലായാലും നല്ല സൗകര്യമുണ്ട്. ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഇതാണ് 2 വീടുകൾ തമ്മിലുള്ള അകലം. ഈ വീടും തമ്മിലുള്ള അകലം നോക്കിട്ടോ. ഇവരെ മിറ്റം നോക്കിയാണ്. ഈ സൈഡിലെ മിറ്റം കൂടുതലാണ്. വേണ്ട 2 മുറ്റങ്ങൾ തമ്മിലുള്ള നോക്കിയാണ്. ഇത്ര ഗ്യാപ്പ് ഉണ്ട് ഓരോ വീടുകൾ തമ്മിലുള്ള മുറ്റങ്ങൾ. അതായത് ഈ സൈഡിൽ വീടിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 7 സെന്റിലാണ് ഒരു വീടുള്ളത്. വീട് അത്യാവശ്യം കുഴപ്പമില്ല. അതായത് ഒത്ത നടുക്ക് ഒരു സൈഡല്ല, എല്ലാ മൂലയും 4 സൈഡും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. 7 സെന്റ് കേട്ടോ. ഞാൻ കാണിച്ചതുപോലെ ഒരു വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മുറ്റുണ്ട്. ഇപ്പോൾ ടൗൺഷിപ്പിന്റെ ഉള്ളിലാണ് വെച്ചിട്ട് ഇടുങ്ങിയ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഇടുങ്ങിയ അതായത് ഒരു കസാര പോലും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരു വീടല്ല. 7 സെന്റിൽ ചുറ്റുഭാഗത്തും നല്ല അടിപൊളിയായിട്ടുള്ള മിറ്റം. എല്ലാ വീടും അതേപോലെ തന്നെ കേട്ടോ ഇരിക്കുന്നുണ്ട്. മതിൽ ഫൗണ്ടേഷൻ കെട്ടിട്ടുണ്ട്. നിങ്ങള് അടിപൊളി കരിങ്കല്ല് ഉപയോഗിച്ചിട്ടുള്ള മതിൽ കെട്ടാണ്. കരിക്കാനുള്ളത് സോൺ 5-ലാണ്. സോൺ 5-ല് വീടിന്റെ സ്ട്രക്ചർ പണികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു 400-ലധികം വീടുകളുടെ സ്ട്രക്ചർ പണികൾ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ അംഗൻവാടി, അതേപോലെ മാർക്കറ്റ്, ടർഫ്, അതായത് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ ഓപ്പൺ തിയേറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പണികളാണ് ബാക്കിയുള്ളത്. ഇതാണ് സോൺ 5 ഇവിടെ എങ്ങനെയാക്കി. അതായത്
ഒരു ദിവസം 1500-ലധികം തൊഴിലാളികളാണ് ഈ ഒരു ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് പണി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തൊഴിലാളികൾക്ക് പണി നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വിസിറ്റേഴ്സിനെ ഇങ്ങോട്ട് കടത്തി വിടാത്തത്. ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. അതുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ആ 2 വീടിന്റെ തേപ്പ് കഴിഞ്ഞ് പുട്ടിന്റെ പണികൾ കഴിഞ്ഞു. പ്ലാസ്റ്റർ പാരിസ് പുട്ടിട്ടോ. തേപ്പിന്റെ കട്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ആണ് തേപ്പിന്റെ കട്ടി. ഇവിടെ ഈ സൈഡ് തേക്കാൻ സോൺ 1 ഇപ്പം 140 വീടുകളുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 140 വീട് പറഞ്ഞാൽ ചില്ലറല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ 150, ചിലപ്പോൾ അതിൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഈ ഒരു സോൺ 1 മാത്രം 140ഓളം വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ സോൺ 3 കുറച്ച് ഏകദേശം നമ്മളെ കണ്ട ഭാഗത്തൊക്കെ വീടുകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട്. മാതൃകാ വീടിന്റെ കാഴ്ചകൾ നമ്മൾ മുമ്പ് കാണിച്ചതാണ്. മാതൃകാ വീട് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം 4 മാസം കഴിഞ്ഞു. നവംബർ തന്നെ 4 മാസം കഴിഞ്ഞില്ല. ആ ഒരു 4 മാസത്തിന് ശേഷമാണ് ഈ ഒരു ഭാഗത്ത് പണികൾ ഇത്രത്തോളം കഴിഞ്ഞു കേട്ടോ. മാതൃകാ വീടിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ്. അതിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ചേഞ്ച് വരുത്തിയിട്ടില്ല. ഞാൻ അന്ന് ഫുള്ള് കാണിച്ചതാട്ടോ. കിച്ചണും കാര്യങ്ങളെല്ലാം കാണിച്ചതാണ്. പറഞ്ഞ തൂണ് കോളം ഡിസൈനിലാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണം. അതായത് തറ ഇല്ലാത്ത വീട് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. ഇതാണ് ഈ വീടിന്റെ തറ, അതായത് കോളം, സെസ്മിക് റെസിസ്റ്റന്റ് ടെക്നോളജി. അതായത് ചെറിയൊരു ഭൂമികുലൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതാണ് കോളം ഡിസൈൻ കേട്ടോ. ഈ ഒരു കോളം ഡിസൈൻ സെസ്മിക് റെസിസ്റ്റൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ തറകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ തുടങ്ങും. ഇതാണ് ഓരോ നമ്മൾ ചെറിയൊരു തൂണ് നിർമ്മിക്കാൻ ഇത്ര വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്ന ആളുകൾ. ഇതാണ് തൂണിന്റെ വീതി. ഓരോ കോളം നോക്കിട്ടോ, കോളത്തിന്റെ വീതിയൊക്കെയാണ് ഇതാണ്. അപ്പോൾ ഇവിടെ തറയിലേക്ക് മണ്ണ് നിറക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു വീടിന്റെ ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ ഇല്ലാത്ത വീടോ എന്നൊക്കെ അന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള വീടുകളുടെ നിർമ്മാണം ഇതാ ഈ ഒരു അളവിൽ എത്തിയിട്ടുണ്ട്. എല്ലാ വീടിന്റെയും സ്ട്രക്ചർ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആദ്യ ഘട്ടമായിട്ടല്ലേ ആദ്യ ഗഡുവായിട്ട് 178 വീടുകൾ നമ്മുടെ ചൂരൽ മലയിലെ ദുരിത ബാധിതർക്ക് സമർപ്പിക്കാൻ പറ്റും എന്നാണ് ഇവിടെ നിന്നുള്ള ആളുകൾ, സ്റ്റാഫുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യ ഗഡുവായിട്ട് 178ഓളം വീടുകൾ നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ വീടിൻ്റെയും സ്ട്രക്ചർ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വെറും 4 മാസം കൊണ്ടാണ് ഇത്രയധികം വീടുകളുടെ പണി കഴിഞ്ഞ കേട്ടോ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഫുള്ളായിട്ടില്ല. ഈ ഒരു മാസം കൊണ്ടാണ് എല്ലാ വീടിൻ്റെയും സ്ട്രക്ചർ പണികൾ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പണികളെല്ലാം നല്ല വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴെപ്പോഴും പറയണ ആവശ്യമില്ല. 1500-ലധികം ആളുകൾ, ഇപ്പോൾ 2000-ലധികം ആളുകൾ ഇവിടെ പണി ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. വെറും 4 മാസം കൊണ്ടാണ് ഈ ഒരു മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ 178 വീടുകൾ ആദ്യ ഘട്ടമായിട്ടില്ല, ആദ്യ ഘട്ടമായിട്ട് 178 വീടുകൾ സമർപ്പിക്കാൻ കഴിയും എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്.